ഈ ശബരിമല സ്ത്രീ പ്രവേശനക്കാരും ഉപരിയായിട്ട് ഇപ്പോൾ തോന്നിയ ഒരു സംശയം, ആഗോള അയ്യപ്പ സംഗമം ഒരു പക്ഷേ സർക്കാരിനും അതോടൊപ്പം തന്നെ CPM-നും തിരിച്ചടിയാകുമോ എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനമാണ്. ഇത് നമ്മുടെ ഇതേ വേദിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. VS-നെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, നടേശ കണക്ക് വെയ് എന്ന് പറഞ്ഞ പോലെ ദേവസ്വം ബോർഡ് കണക്ക് വെക്കേണ്ടി വരും. മാതൃഭൂമിക്കെതിരെ അതിഭീകരമായ ക്യാമ്പയിനാണ് നടത്തത്. ഇല്ലാത്ത ഒരു കണക്കെടുത്ത് വെച്ചുകൊണ്ട് വാർത്ത കൊടുത്തു. ഇല്ലാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ആരിത് കണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു. നമ്മളിത് കണ്ടിട്ടുണ്ട്, നമുക്കിത് അറിയാമെന്ന് പറഞ്ഞു. ഇപ്പം അതേണ്ട ദേവസ്വം ബോർഡ് ഇത് സമ്മതിക്കുന്നു. ഇതുവരെ ഇടത് ഹാൻഡിലുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇങ്ങനൊരു സംഭവമേ ഇല്ല, വ്യാജ വാർത്തയാണ്, കനകോലുവിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നുള്ള ഒരുപാട് ക്യാപ്സൂളുകളും ആരോപണങ്ങളും നേരിട്ടു. ഇനിയും ഗൃഹസന്ദർശനം നടത്തുന്ന CPM-കാർ ഇതിന് മറുപടി പറയണ്ടേ? കാരണം ദേവസ്വം കമ്മീഷണർ മുഖേന സ്പെഷ്യൽ കമ്മീഷണറിലൂടെ കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് തുറന്നു പോലും നോക്കിയിട്ടില്ല. അവിടെ നടന്നിട്ടുള്ള ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു, 3 സ്പോൺസർമാരെ വെക്കുന്നു. ഇവർക്ക് ന്യായം പറയാം, സംസ്ഥാന സർക്കാരിന്റെ കാശ് പോയിട്ടില്ല, ദേവസ്വം ബോർഡിന്റെ കാശ് പോയിട്ടില്ല. പക്ഷേ അതിഭീകരമായ ദൂർത്ത് നടന്നുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ഇതിന് മറുപടി പറയണ്ടേ? ഇതൊക്കെ വിശ്വസിച്ച് മറ്റുള്ളവരൊക്കെ സംഭാവന നൽകിയ പണമാണ്. അത് ദൈവത്തിന്റെ പേരിൽ കൊടുക്കുന്നത്, അയ്യപ്പന്റെ പേരിൽ കൊടുക്കുന്ന പണമാണ് ഈ രീതിയിൽ ധൂർത്തടിച്ച് കളഞ്ഞത്. കേരള ബാങ്ക് അതോടൊപ്പം തന്നെ അദാനി തുടങ്ങിയവരെല്ലാം ഇവർക്ക് പണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവർ ചെയ്യുന്നു. പക്ഷെ ഇത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇതായിരുന്നു, എന്തിനായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരുന്നത്? ഇത്തരം ദൂർത്ത് നടത്താൻ വേണ്ടിയിട്ടാണോ? ഇതിന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട് മൂന്നാറിലൊന്നും താമസിച്ചില്ലെന്ന്. പക്ഷേ ആ അസോസിയേഷൻ, വിജയ അസോസിയേഷന്റെ കണക്കിനകത്ത് കാണിക്കുന്നുണ്ട്. അത് നേരിട്ട് ബില്ലാർക്കാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ്. GST പോലും അടച്ചിട്ടില്ല. അതൊരു മാധ്യമം പുറത്തു കൊണ്ടുവരുമ്പോൾ അത് മുഴുവൻ ക്യാപ്സൂളാണ്, അത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് എന്താണ്? പച്ചക്കള്ളം മുൻ ദേവസ്വം ബോർഡ് പറയാണ്. ഉത്തരവാദിത്തം, ജാഗ്രത കുറവ്, ഇതെല്ലാവർക്കുണ്ട്. ഈ ജാഗ്രത കുറവ് ഉണ്ടായതിനകത്ത് കുറ്റപ്പെടുത്തിയത് ആരെയാണ്? മാധ്യമങ്ങളെയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ശബരിമല സ്ത്രീ പ്രവേശനത്തെക്കാൾ ഉപരിയായിട്ട് ചിന്തിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് പറയാൻ ഒരുപാട്, ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹൈക്കോടതി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഹൈക്കോടതി ആ റിപ്പോർട്ട് പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. അതാണ് വാർത്തയാകുന്നത്. അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ചുമ്മാ ഇരുന്നിട്ട് ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ. അത് മാത്രമല്ല, ഇറങ്ങിയ ക്യാപ്സൂൾ ഒറ്റയടിക്ക് കാലഹരണപ്പെട്ടതായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവതി പ്രവേശനമല്ല, ശരിക്കും സ്വർണ്ണക്കൊള്ളയും ഇതുപോലുള്ള ദൂർത്തുകളും തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. വരവ് ചെലവ് കണക്കാണ് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും സാമാന്യമായ ഒരു കോമൺ മാന് പോലും അറിയേണ്ട കാര്യമാണല്ലോ. എന്നിട്ടും എസ്റ്റിമേറ്റും കണക്കും തമ്മിൽ തിരിയാത്തതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അതിൽ മാധ്യമ പ്രവർത്തകർ പോലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇവിടെ പ്രധാനപ്പെട്ട ഒന്ന്. IIIC എന്ന കമ്പനിക്ക് കരാർ കൊടുത്തത് അത് ആർബിട്രറി ആണ് എന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതി മുമ്പാകെ അറിയിച്ചത്. അത് എക്സോർബിറ്റൻ്റ് ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ കണക്കുകളിൽ, അതായത് കമ്പനി സമർപ്പിച്ച കണക്കുകളും മറ്റ് ഹെഡ്വൈസ് കണക്കുകളും പരിശോധിക്കുമ്പോൾ അതിൽ പൊരുത്തക്കേടുണ്ട് എന്ന് കണ്ടെത്തിയത് ഓഡിറ്റിലാണ്. ഇപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അവിടെ ഇരിക്കുക, ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വെളിയിൽ വന്നതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രാഥമിക ധാരണ പോലും ഇല്ലാത്ത നിലയിലുള്ള ചർച്ചയാണ്. യഥാർത്ഥത്തിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ, ഇത് ദേവസ്വം ബോർഡ് ചെയ്ത പരിപാടിയല്ലേ, അവരതിൻ്റെ കാര്യങ്ങൾ പറയട്ടെ എന്ന നിലയിൽ എടുക്കാവുന്ന ഒരു നിലപാടിനെ വളരെ അഗ്രസീവായ നിലപാടെടുത്ത് അത് സമ്പൂർണ്ണമായി തകർന്നു വീഴുന്ന നിലയിലേക്ക് എത്തിച്ചതിന് ഉത്തരവാദിത്വം ഈ പറയുന്ന ആളുകൾക്കാണ്. അതിന് ഏറ്റവും പ്രശ്നം, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഒരു കണക്കങ്ങ് അവതരിപ്പിച്ചു കളഞ്ഞു. ഇടത് ഹാൻഡിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു കണക്കാണ്. ആ കണക്കല്ല ഓഡിറ്റായിട്ട് പോയിട്ടുള്ളത്. ആ കണക്ക് കാണിക്കുന്നത് ദേവസ്വം ബോർഡ് കണ്ടിട്ടില്ല. ഇല്ല, അതായത് ദേവസ്വം കമ്മീഷണറുടെ കൈ വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോഴത്തേക്കും കോടതി കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു. 3 വട്ടം ഇവർ പറഞ്ഞ ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഇത് അതേപടി തന്നെ സ്പെഷ്യൽ കമ്മീഷണറെ കൊടുത്തു. സ്പെഷ്യൽ കമ്മീഷണർ നോക്കിയതിന് ശേഷം അദ്ദേഹത്തിന് എന്താ പ്രശ്നം? അദ്ദേഹം ഇത് കോടതി കൊടുത്തു. ആ കോടതിയിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ് ഇത് സംഭവിച്ചത്? ഇത് ദേവസ്വം ബോർഡിന്റെ മുന്നിൽ വെച്ചില്ല. അതാണ് ദേവസ്വം ബോർഡിന്റെ വീഴ്ചയായിട്ട് അവർ സമ്മതിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ മുന്നിൽ വെക്കാത്ത ഒരു കണക്കിന്റെ കാര്യത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ അതില്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? കണ്ടിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് കണ്ടിട്ടില്ല, ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല. ഇത് വരവ് ചെലവ് കണക്ക് ഓഡിറ്റർ മറ്റൊരു രീതിയിൽ തയ്യാറാക്കി നടന്ന സംഭവം എന്താണെന്നുള്ളത് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവരുടെ സുതാര്യതയും ഇവരുടെ വിശ്വാസ്യതയാണ്. മാധ്യമങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇടത് ഹാൻഡിൽ ഇറങ്ങുമ്പോൾ അവരാദ്യം മനസ്സിലാക്കേണ്ടത് അവരിത് കണ്ടിട്ടുണ്ടോ, അവർക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ജെനുവിനായിട്ടുള്ള ഒരു കാര്യത്തിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ ആകപ്പാടെ തകർക്കുകയാണെന്നുള്ള പ്രചരണമുണ്ടല്ലോ, അത് അതിനകത്ത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇതിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക്
അവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അതല്ലേ ഏറ്റവും വലിയ അപകടമെന്നാണ് ഞാൻ പറഞ്ഞത്.